കോഴിക്കോട് വിദ്യാർത്ഥി അധ്യാപകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി അധ്യാപകൻ. നടക്കാവ് പോലീസ് അന്വേഷണം നടത്തി വിദ്യാർത്ഥിയുടെ സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് തയ്യാറാക്കും. ശേഷം റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് നൽകും. വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. ബെൻസൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബെൻസൺ, ഈ സംഭവത്തിൽ നേരത്തെ പരാതിപ്പെടുന്നില്ല എന്നായിരുന്നു അധ്യാപകൻ പറഞ്ഞതെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോൾ പരാതിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം? രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റ് ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിയിൽ നിന്നും ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. അത് ആ വിദ്യാർത്ഥി തുടർച്ചയായി സ്കൂളിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവസാനം ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദ്യാർത്ഥിയെ ശകാരിച്ചു. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥി ഏകദേശം 2 ആഴ്ച കാലത്തോളം സ്കൂളിൽ വരാതെ ഇരുന്നു. ഇതിനെ തുടർന്ന് പ്രധാന അധ്യാപകനും അതോടൊപ്പം തന്നെ മറ്റധ്യാപകരും ഈ വിദ്യാർത്ഥിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ മാതാവ് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ സ്കൂളിൽ നിന്നും ടി സി മേടിച്ച് പോവുകയാണ്, ടി സി നൽകണമെന്ന് പറയുന്നു. അപ്പോൾ പ്രധാന അധ്യാപകൻ പറയുന്നു, ടി സി മേടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അത് ശരിയാക്കാം, കാര്യങ്ങളെല്ലാം പരിശോധിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതിനിടയിൽ വിദ്യാർത്ഥി ഈ പ്രധാന അധ്യാപകനോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. പ്രധാന അധ്യാപകനെ മർദ്ദിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തൊട്ട് സമീപത്തുണ്ടായിരുന്ന ഒരു അധ്യാപകൻ പ്രധാന അധ്യാപകനോട് ആ നിലയിൽ പെരുമാറരുത്, മോശമായി പെരുമാറരുത് എന്ന് പറഞ്ഞതിൽ പ്രകോപിതനായിട്ടായിരുന്നു ഈ വിദ്യാർത്ഥി ഈ അധ്യാപകനെ മർദ്ദിച്ചത്. അതും സ്കൂൾ പ്രിൻസിപ്പളിൻ്റെയും മാതാപിതാക്കളുടെയും മുൻപിൽ മറ്റധ്യാപകരുടെ മുൻപിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ അധ്യാപകൻ പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുകയും പക്ഷേ ഈ വിദ്യാർത്ഥി പുറകെ ചെന്ന് മർദ്ദിക്കുകയും ചെയ്യുന്ന അടക്കമുള്ള അത്തരത്തിലുള്ള ഒരു ക്രൂര മർദ്ദനത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അധ്യാപകൻ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അത് സ്കൂളിനും ഈ വിദ്യാർത്ഥിയുടെ ഭാവിക്കും പ്രശ്നമുണ്ടാകുമെന്ന് കരുതി ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറായില്ല. പക്ഷേ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അധ്യാപകൻ നടക്കാവ് പോലീസിൽ പരാതി നൽകിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി പരാതി നൽകുകയും പോലീസ് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഈ വിദ്യാർത്ഥി 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി ആയതിനാൽ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുഖാന്തരമായിരിക്കും മറ്റ് നിയമ നടപടികൾ ഉണ്ടാകുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഈ വിദ്യാർത്ഥിയുടെ സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് തയ്യാറാക്കും. ആ വിദ്യാർത്ഥിയെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെയും അടക്കം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം ഈ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറുകയും ചെയ്യും. തുടർ നടപടികൾ ആ നിലയിലായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ സ്കൂൾ PTA ചേർന്ന് ഈ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകന് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതൊരു മാതൃകയായി ഒരു ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരം ചിന്തകളുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃക എന്ന നിലയിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകും. രുചീഷ്, ശരി ബെൻസൺ, എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തായാലും ഈ സംഭവത്തിൽ ഉണ്ടാകുകയും വേണം.